മസാലകൾ അധികമുള്ള ഭക്ഷണത്തോട് ഏറ്റവും കൂടുതൽ വിരക്തി തോന്നുന്ന സമയമാണ് നോമ്പ് കാലം. ആട്ടിറച്ചിയായാലും പോത്തിറച്ചിയായാലും അധികം മസാലകൾ ഒന്നും ചേർക്കാതെ നല്ല നാളികേരപ്പാലൊഴിച്ച് കുറുക്കി അങ്ങ് കറി വയ്ക്കും ഉമ്മൂമ്മ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റൂ തന്നെ. വെളറി വെളുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം സ്റ്റൂ കഴിക്കാത്ത പലരും ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ. എന്നാൽ നിറമൊന്ന് മാറ്റിപ്പിടിച്ച് ഇന്ന് നല്ല രുചികരമായൊരു സ്റ്റൂ ഉണ്ടാക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലോണം വഴണ്ടു വന്ന കൂട്ടിലേക്ക് 2 സ്പൂൺ ഗരം മസാലയും 2 സ്പൂൺ കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതങ്ങ് മൂത്ത് വന്നു കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആട്ടിറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2ാം പാലും 3ാം പാലും കൂടി ചേർത്ത് കൊടുത്ത് വിറകടുപ്പിൽ ചെറുതീയിലങ്ങനെ വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല വറ്റിയിരിക്കുന്ന പരുവത്തിൽ ഈ കറി റെഡിയാക്കിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും പെരുമഴക്കാലത്തെ പുഴവെള്ളം പോലത്തെ ചാറ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി നീട്ടിയാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇറച്ചി നല്ലോണം വെന്ത് മണം പരന്നു തുടങ്ങിയാൽ നാളികേരത്തിൻ്റെ 1ാം പാൽ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കിടന്ന് ചെറുതായി തിളച്ച് മുള പൊട്ടി വരുമ്പോഴേക്കും 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇത്രയുമായി കഴിഞ്ഞാൽ അതീവ രുചികരമായ അധികം മസാലകളില്ലാത്ത സ്റ്റൂ റെഡിയായിട്ടുണ്ട്.